എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ശക്തി ചിദംബരത്തിൻ്റെ സംവിധാനത്തിൽ വന്ന ജാളി ഓ ജിംഖാന എന്ന സിനിമയെക്കുറിച്ചാണ്. ഈ പടത്തിൻ്റെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പടത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ട് വൈജി മഹേന്ദ്രനെ കാണിക്കും. ഈ വൈജി മഹേന്ദ്രൻ എന്ന ആൾ വന്നിട്ട് ഒരു കാലത്ത് വന്നിട്ട് ഈ ഹോട്ടൽ തൊഴിലൊക്കെ വന്നിട്ട് വളരെ പേരുകേട്ട വ്യക്തിയാണ്, നല്ല വിജയിച്ച വ്യക്തിയും കൂടെയാണ്. പക്ഷേ ഇപ്പോൾ വന്നിട്ട് വളരെ നഷ്ടത്തിലായി, വളരെ പരിതാപകരമായ അവസ്ഥയിലിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ വന്നിട്ട് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു ഓർഡർ കിട്ടുന്നു. അങ്ങനെ ഈ ഓർഡർ കിട്ടുന്ന സമയത്ത് ഇയാൾ ചുറ്റിമുറ്റി കടമൊക്കെ വാങ്ങി ഈ ഓർഡർ ചെയ്തു കൊടുത്ത് അവസാനം ബില്ല് കൊണ്ടുപോയി നീട്ടുന്ന സമയത്ത് അയാൾ തരാൻ പറ്റില്ല എന്ന് പറയുന്നു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഒരു സൈഡിൽ വന്നിട്ട് പ്രഭുദേവനെ കാണിക്കുന്നു. പ്രഭുദേവ വന്നിട്ട് ആ സ്ഥലത്തുള്ള ഒരു ലീഡിങ് വക്കീലായി കാണിക്കുന്നു. അയാൾ വന്നിട്ട് ഈ വക്കീൽ തൊഴിൽ വന്നിട്ട് ഒരു സോഷ്യൽ സർവീസ് മാതിരി ചെയ്തുകൊണ്ടിരിക്കുന്നു. പാവപ്പെട്ടവർക്കൊക്കെ നീതി വാങ്ങിക്കൊടുത്ത് അങ്ങനെയൊക്കെ പോകുന്നു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ വന്നിട്ട് നമ്മുടെ വൈജി മഹേന്ദ്രൻ്റെ ഈ പൈസ കിട്ടാത്ത പ്രശ്നം വന്നിട്ട് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ ലോയറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ശരിയാവും എന്ന് പറഞ്ഞിട്ട് അയാളുടെ മകളെയും മരുമകളെയും അയച്ചു വിടുന്നു. ഇപ്പോൾ ഇവർ വന്നിട്ട് പ്രഭുദേവ ഇരിക്കുന്ന ആ ലോഡ്ജിലേക്ക് പോകുന്നു. അപ്പോൾ റിസപ്ഷനിൽ ചോദിക്കുന്നു, അവർ വിടാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ റിസപ്ഷനിൽ നിന്ന് എങ്ങനെയോ ഇവർ കുറച്ച് ഡിങ്കോൾഫിയൊക്കെ കൊടുത്തിട്ട് അയാളെ കാണാൻ അയാളുടെ സ്യൂട്ടിലേക്ക് പോകുന്നു. അങ്ങനെ ഇവരകത്ത് പോയി നോക്കുമ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ലോയർ മരിച്ചു കിടക്കുന്നു. ഷെടാ, ഇതിപ്പോൾ നമ്മൾ പറയേണ്ടി വന്നുള്ള ഈ കൊലക്കേസ് നമ്മുടെ കുറ്റത്ത് നമ്മുടെ തലയിലാവില്ല എന്ന് വിചാരിച്ചിട്ട് ഇവർ ഈ ഡെഡ് ബോഡി അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിനുശേഷം എന്ത് നടന്നു എന്നുള്ളതാണ് കഥ. ഈ പടം നമ്മൾ മുഖ്യമായിട്ട് കാണാൻ പോയതിൻ്റെ കാരണം വന്നിട്ട് പ്രഭുദേവയാണ്. എങ്ങനെയോ 2 പാട്ടുണ്ടാവും, 2 ഡാൻസ് ഉണ്ടാവും, കുറച്ച് കോമഡിയൊക്കെ ഉണ്ടാവും എന്നുള്ളത് പ്രതീക്ഷിച്ച്. പക്ഷേ ഇതിൽ വന്നിട്ട് ആദ്യം മുതൽ അവസാനം വരെ പ്രഭുദേവ കാണിക്കുന്നത് വെറും ഡെഡ് ബോഡി ആയിട്ടാണ് കാണിക്കുന്നത്. ശരി, എന്നാൽ ഫ്ലാഷ് ബാക്കിലെങ്കിലും എന്തെങ്കിലും ഉണ്ടാകുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഫ്ലാഷ് ബാക്കിലും വന്നിട്ട് ഒരു സ്പോട്ട് സീനിൽ വരും. അവിടെ ഇരുന്ന് ഇയാൾ മിച്ചർ കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. മൊത്തത്തിൽ ഈ പടത്തിനെക്കുറിച്ച് പറയാനൊന്നുമില്ല. കാരണം നമ്മൾ പടം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ നമുക്ക് പ്രഭുദേവയുടെ മേലെയാണ് ദേഷ്യം വരിക. ഒരു ഡാൻസില്ല, ഒരു പാട്ടില്ല, ഒന്നുമില്ല. ഇടയിൽ കുറച്ച് നമ്മുടെ യോഗി ബാബു വരുന്നുണ്ട്. യോഗി ബാബുവിനും അവർ വേണ്ടത്ര യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. മൊത്തത്തിൽ കാണാനൊന്നും കൊള്ളത്തില്ല, ഒരു മൊക്കപ്പടം. അപ്പോൾ ശരി, എന്നാൽ ഓക്കെ, ബൈ.